ഈ ഖുർആന്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി വിശദീകരിച്ചാലേ ശരിയാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ വിശദീകരണത്തിന് കാത്ത ആൾക്കാർക്കൊക്കെ തെറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും തെറ്റിക്കണം. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സംഗതി പറ്റി. എന്താ പറ്റിയെന്നറിയോ? സൂറത്തു റൂമിൽ അല്ലാഹു തആല റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒലിബത്തി റൂം എന്ന് പറയാണ്. റോമ ഏറ്റവും മേലെ വരും, പേർഷ്യയെ പരാജയപ്പെടുത്തി റോമ സാമ്രാജ്യം വിജയിക്കും കൊല്ലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു. കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാല് 2 കൊല്ലാവാം 3 കൊല്ലാവാം. സാധാരണഗതിയിൽ 2നും പറയാം 3നും പറയാം. അങ്ങനെ ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് ഒരു തർക്കം നടത്തി. ഖുർആനിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം. ആ സംസാരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 വർഷത്തിനിടയിൽ റോമ സാമ്രാജ്യം പേർഷ്യയെ കീഴടക്കും, റോമ ഏറ്റവും മേലെയായി ഉന്നതാധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. ഉമയ്യത്ത് ബിനു ഖലഫുമായി, ഖുറൈശികളുടെ നേതാവായിരുന്നു ഉമയ്യത്ത് എന്ന് പറഞ്ഞത്. ഉമയ്യത്ത് ബിനു ഖലഫുമായിട്ടാണ് തർക്കം. ഉമയ്യത്ത് പറഞ്ഞു നടക്കൂലാർന്നു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് നടക്കൂല. അങ്ങനെ അവസാനം ഓല് പന്തയം വെച്ചു. അന്ന് പന്തയം ഹലാലാണ്, പിൽക്കാലത്താണ് ഹറാമായത്. 10 ഒട്ടകങ്ങൾക്കാണ് പന്തയം. 3 കൊല്ലം കൊണ്ട് റോമ സാമ്രാജ്യം വിജയിച്ചാൽ 10 ഒട്ടകം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. വിജയിച്ചില്ലെങ്കിൽ 10 ഒട്ടകം ഉമയ്യത്ത് ബിനു ഖലഫിന് കൊടുക്കും. അങ്ങനെ തീരുമാനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഉമയ്യത്തിനോടൊരു വർത്താനം ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. റോമ സാമ്രാജ്യം 3 കൊല്ലത്തിനിടയിൽ വിജയിക്കും എന്ന് പറഞ്ഞാണ്ട് 10 ഒട്ടകത്തിന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അത് പറ്റിച്ചുട്ടാ, 10 ഒട്ടകം പോയേ കൂട്ടിക്കോ പറഞ്ഞു. 10 ഒട്ടകം പോയേ കൂട്ടിക്കോളി പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ബിളഅസിനീൻ എന്നതിന് 9 വരെ ആകാവുന്നതാണ് എന്ന് പറഞ്ഞു. ബിള എന്ന് പറഞ്ഞാൽ സാധാരണ 3 ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വേറുള്ളവർ വിശദീകരിച്ചിട്ട് കാര്യമില്ല, മുഹമ്മദ് നബി എന്നെ വിശദീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബിളഅസിനീൻ എന്ന് പറഞ്ഞാൽ 9 വരെ ആകാം സിദ്ദീഖേ, തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന് ചോദിച്ചു. ഞാൻ ഒരു പണി പറഞ്ഞുതരാറുണ്ട്. ഈ അവിടെ തന്നെ ചെന്നുങ്ങാണ്ട് 3 എന്നുള്ളത് 9 ആക്കി തരണം എന്ന് പറഞ്ഞാളാ 10 ഒട്ടകത്തിന് പക്ഷേ പകരം 100 ഒട്ടകം തരാമെന്നും പറഞ്ഞോളാറുണ്ട്. 10 ഒട്ടകം എന്നുള്ളതിന് പകരം 100 ഒട്ടകം എന്നാക്കിയാൽ മതി. കൊല്ലം 3 എന്നുള്ളത് 9ലേക്ക് നീട്ടിപ്പിടിച്ചളാറുന്നു. അങ്ങനെ ചെന്നു. ഉമയ്യത്ത് ബിനു ഖലഫിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലം 3 ഉള്ളത് ഒരു 9 ആക്കി തരണം, ഒട്ടകം 10 ഉള്ളത് നമുക്ക് 100 ആക്കാറുണ്ട്. എല്ലാവരും അറിഞ്ഞ പന്തയാണ്. ഉമയ്യത്ത് ബിനു ഖലഫിന്റെ കുടുംബം മൊത്തം അറിയും. സിദ്ദീഖ് അൽ-കഹ്ഫ് ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകാശം എന്നത് ഈമാന്റെ സിംബലാണ്. 100 എന്നത് ഈമാന്റെ സിംബലാണ്. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ-കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അവൻ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടെ മാത്രമേ മരിക്കുകയുള്ളൂ എന്നർത്ഥം. ഈമാന്റെ സിംബലാണ് പ്രകാശം എന്നത്. എന്താ പറഞ്ഞു? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതികളും. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്. അൻസല അലാ അബ്ദിഹി, അവൻ അവന്റെ ഒരു അടിമയുടെ മേൽ ഇറക്കിയിരിക്കുന്നു. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. തോനാളുണ്ടെങ്കിൽ ഇബാദ് എന്നാണ് പറയുക എന്ന് വിസിറ്റിംഗ് വിസക്ക് പോയവർക്ക് വരെ തിരിയും. അതിന് വിസ ഒന്നും വേണ്ട. വിസിറ്റിംഗ് വിസക്ക് പോയാൽ തന്നെ അറിയാന്ത് അബ്ദ് എന്നാൽ ഒരാളും ഇബാദ് എന്നാലേ തോനാളുള്ളൂ. അലാ അബ്ദിഹി എന്നാണ്, ഒരടിമക്ക് കൊടുത്തതാണ്. ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ നമുക്ക് തന്നതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് തന്നതാണ്. അള്ളാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല,
അള്ളാഹു തആല നമുക്ക് നോൽബ് തന്നിട്ടില്ല. അള്ളാഹു ഞമ്മക്ക് മുഹമ്മദ് നബിനെയാണ് തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് അള്ളാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാളും മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാമെന്നാണ്. മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാൻ പറ്റും. എന്താ കാരണം? നബി തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ എന്ന് തോരുന്നു. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും, മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാം എന്ന് മനസ്സിലാവും. മുഹമ്മദ് നബിയോടുള്ള ബന്ധാണ് മുഅ്മിനിന്റെ വിജയം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അങ്ങനെ തന്നെ. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് വിശേഷിപ്പിച്ചു. ആരാ അബൂ ഉബൈദ എന്നറിയങ്ങള്? നബി തങ്ങളുടെ കവിളിൽ അമ്പ് തറച്ചു, മോത്ത് അമ്പ് തറച്ചു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ അമ്പ് കടിച്ചുങ്ങാണ്ട് പല്ലോണിൽ എടുത്തപ്പോ മൂപ്പരെ പല്ലുകൊണ്ട് പോന്നു. ഒന്ന് രണ്ടാമത്തവും കടിച്ചുങ്ങാണ്ടിന് എടുത്തപ്പോ രണ്ടാമത്തെ പല്ലുകൊണ്ട് പോന്നു. ആ മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ. അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തനാകുന്നു എന്ന് പറഞ്ഞു. അമീൻ എന്ന് പറഞ്ഞാൽ അമീനുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നാണ്. അമീൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്നാണ്. അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് ഈ ഉമ്മത്തിന്റെ സെക്രട്ടറിയാണ്. ജോർഡാനിലാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. വളരെ പ്രൊട്ടക്റ്റഡ് ആയ ഒരു ഏരിയയില്, വളരെ സുരക്ഷിതമായ ഒരു ഏരിയയിലാണ്. ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടേ? വളരെ പ്രൊട്ടക്റ്റഡ് ആയ ഏരിയയിലാണ് സയ്യിദുന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്, ഈ ഉമ്മത്തിന്റെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ നമുക്ക് ദീനൊന്ന് പരസ്യമായിട്ട് എല്ലാവരോടും പറയല്ലേ എന്ന് ചോദിച്ചു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി രംഗത്ത് വരാതെ ദീനീ പ്രബോധനം നടത്തുന്ന കാലമായിരുന്നു. അന്ന് 38 ആളുകളാണ് ആകുള്ളത്. സിദ്ദീഖ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ റേഞ്ച് പോണേ? റേഞ്ച് പോണ്ടോ? ഇല്ലല്ലോ. റേഞ്ച് പോണ്ടോ? ഇല്ല. എന്നാ ചൊല്ലി, അന്ത ഉമ്മുൻ അമ്മാബൂൻ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 38 ആളുകളാണ് അന്ന് ആകെ ഇസ്ലാമിലുള്ളത്. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് ദീനിന്റെ കാര്യം പരസ്യമായിട്ട് പറയല്ലേ എന്ന് ചോദിച്ചു. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആളാണ് സിദ്ദീഖുൽ അക്ബർ. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. സ്ത്രീകൾക്കിടയിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മോൾ മുത്തുനബിയുടെ ഭാര്യ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പുരുഷന്മാരെ കൂട്ടത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ആദ്യമൊന്നും നബി തങ്ങൾ സമ്മതിച്ചില്ല, അവസാനം നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു. അങ്ങനെ കഅബയുടെ അടുത്ത് ഒരു സമ്മേളനം വിളിച്ചു. സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ മായൊരു സമ്മേളനം എന്ന് വിചാരിക്കേണ്ട, അന്നത്തെ അനുയോജ്യമായ ഒരു യോഗം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചവിട്ടി കുത്തി അടിച്ചു. താരീഖിൽ പറയേണ്ട മൂക്ക് ചപ്പണവരടിച്ചു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീണു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. അന്ന് കുടുംബത്തിന് വലിയ സെറ്റപ്പ് ഉണ്ടാവും. ഓടി വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് എടുത്തുങ്ങാണ്ട് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. ഇനി ബാക്കിയാവൂലെന്ന് ഉറപ്പായപ്പോൾ ഓരൊരു തീരുമാനം എടുത്തു, ഇതിൽ സിദ്ദീഖ് ബാക്കിയായില്ലെങ്കിൽ ആ തച്ചത് ഉത്തുബത്തായിരുന്നു, ഉത്തുബത്തിനെ നീ ജീവിക്കാൻ സമ്മതിക്കൂലാന്ന് തീരുമാനിച്ചു. ഓല് കഅബന്റെ അടുത്ത് വന്നിട്ട് കഅബന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഈ അടിയിൽ അബൂബക്കർ സിദ്ദീഖ് ബാക്കിയായില്ലെങ്കിൽ ഉത്തുബത്തിനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പ്രഖ്യാപിച്ചു. അതിനത്ര വലിയ അടിയ കിട്ടിയത്. അങ്ങനെ ബല വീട്ടിൽ ഇങ്ങനെ ചെന്നു.
വീട്ടിൽ എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാനോട്, ഉമ്മുൽ ഖൈർ എന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാന്റെ പേര്, ഉമ്മുൽ ഖൈർ.